ലോകമെമ്പാടുമുള്ള ആനപ്രേമികൾ നെഞ്ചേറ്റിയ പേരാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഏഷ്യയിലെ ഏറ്റവും തലയെടുപ്പേറിയ കൊമ്പനില്ലാതെ പൂരം പൂരമാകില്ലെന്നാണ് തൃശൂരുകാർ പറയുക. ആശങ്കകൾ ഒഴിഞ്ഞതോടെ രാമന്റെ വരവിനായി കാത്തിരിക്കുകയാണ് നാടും നഗരവും. ലെവിൻ കെ വിജയനും ക്യാമറമാൻ അരുൺ നായരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാമൻ രാമൻ ആവേശമുയരട്ടെ, ആഘോഷ പെരുമ്പറ മുഴങ്ങട്ടെ. രാമനാണ് വരുന്നത്, രാജാവാണ് വരുന്നത്. ശ്രീ കുങ്കുമത്തിന്റെ കുറിവരച്ച് തിരുപ്രസാദമൂട്ടി ശ്രീ എഴുന്ന കാവിലമ്മയും ശ്രീരാമചന്ദ്രസ്വാമിയും ആൽത്തറ തമ്പുരാന്റെ മണ്ണിലേക്ക് അയക്കുന്ന രാമരാജാവാണ് ഈ വരുന്നത്. പകരം വെക്കാൻ മറ്റൊരു കരിവീരനോ ചാർത്തിക്കൊടുക്കാൻ ഇനിയൊരു വിശേഷണമോ ഏകഛത്രാധിപതി രാമനില്ല. കരുത്തിന്റെ പ്രതീകവും ആനച്ചന്തത്തിന്റെ അവസാന വാക്കുമാണ് രാമൻ. കുറുമ്പിനും കുസൃതിക്കും കുറവൊട്ടുമില്ലെങ്കിലും പൂരം പൂരമാകണമെങ്കിൽ രാമൻ വടക്കുംനാഥന് മുന്നിലെത്തണം. മാതംഗ രാജകുലേശൻ ശ്രീ ദുർഗാദാസ കലിയുഗ രാമൻ, സാക്ഷാൽ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. 61 വയസ്സ് പ്രായം പിന്നിടുമ്പോഴും രാമന്റെ ഗജരാജ പട്ടത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. എത്ര വലിയ തുക ഏക്കത്തുക നൽകിയും ആനയെ കൂടെ കൂട്ടാൻ ആളുകൾ മത്സരിക്കുന്നു. 1984 ആസാമിൽ നിന്നും കേരളത്തിലെത്തിയ മോട്ടി പ്രസാദ് എന്ന ആന രാമചന്ദ്രനായി മാറുന്നത് തെച്ചിക്കോട്ടുകാവിലമ്മയ്ക്ക് മുന്നിൽ നടക്കിരുത്തിയപ്പോഴാണ്. പൂരപ്പറമ്പുകളെ അടക്കി വാണ് വളർന്നു വലുതായ രാമചന്ദ്രനെ നിലയ്ക്ക് നിർത്താനും മറ്റൊരു രാമൻ തന്നെ വേണം. രാമനായിട്ടാണ് അവിടെ നട തുറക്കൽ പ്രധാനമാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ഒരു ഉത്സവമാക്കി മാറ്റിയത്. ആദ്യകാലത്തൊക്കെ ആനകൾ വന്നായിരുന്നു, നട തുറന്നായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞായിരുന്നില്ല. രാമൻ്റെ സ്വഭാവ ഗുണത്തിനാണ് എനിക്ക് ബന്ധം കൂടുതൽ രാമനോട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യത്തിന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി രാമൻ്റെ അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആനകളാകുമ്പോൾ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് കൊണ്ട് എടുത്ത് ചാടും ഓടും. അതിനൊക്കെ തരണം ചെയ്ത് പോകാൻ നമ്മൾ അതിനെ പിടിച്ച് നിർത്താനും അതിലെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും അത് സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം വെച്ച് കഴിഞ്ഞാൽ രാമനെ കൊണ്ടൊരു കുഴപ്പമില്ല. അതാണ് രാമനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആകാരവടിവിനോ അഴകളവുകൾക്കോ രാമചന്ദ്രന് പകരം വയ്ക്കാൻ മറ്റൊരാനയും ഇന്ന് ഇന്ത്യയിലില്ലെന്നാണ് ആരാധകർ പറയുന്നത്. എഴുന്നള്ളത്തിന് തിടമ്പേറ്റിയാൽ താഴെ ഇറക്കും വരെ രാമചന്ദ്രൻ തല ഉയർത്തിപ്പിടിച്ചിരിക്കുമെന്നതാണ് പ്രത്യേകത. ചില ഓൺലൈൻ മീഡിയകളൊക്കെ തന്നെ ഈ 13 പേര്, ആ 13 പറഞ്ഞ നമ്പറിൽ തന്നെ ഒരു രസമുണ്ട്. കാരണം ആ നമ്പർ തന്നെ, ആ 13ൻ്റെ പ്രത്യേകത തന്നെ അറിയാമല്ലോ നമുക്ക്. നമ്മുടെ ന്യൂമറിക്കൽ 13 പ്രത്യേകത തന്നെ അറിയാം. ആ പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെയാണ് ആ ബുദ്ധിപൂർവ്വം അന്നത്തെ ആളുകൾ ആ 13 എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ആധികാരികമായ രേഖകളിലും സാങ്കേതികമായിട്ടും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള രേഖകൾ വെച്ചിട്ട് 6ൽ പരം കൂടുതലുള്ള ഈ 41 കൊല്ലത്തെ കാലഘട്ടത്തിനുള്ളിൽ ആന ഈ തെച്ചിക്കോട്ടുകാവ് ദേവസ്ഥയിൽ വന്നിട്ട് 41 കൊല്ലത്തെ കാലഘട്ടത്തിൻ്റെ ഉള്ള 6 പേരിൽ കൂടുതൽ ഇതുവരെ ഒരു രേഖകളിലും ഇല്ല, ഒരു കാര്യങ്ങളിലും ഇല്ല. അത് ആന ബോധപൂർവമോ ആയിട്ട് ചെയ്തതോ അതേപോലെ തന്നെ പാപ്പാമാരെ നേരിട്ട് ചെയ്തതായിട്ടുള്ള ഒരു മറ്റേ പ്രവൃത്തികളോ മരിച്ചതോ ആ കേസുകളിലില്ല. പക്ഷേ എങ്ങനെയാണ് ഈ 13 പേരുടെ വാർത്ത വരുന്നതെന്ന് അറിയില്ല. 13 പേരുടെ വാർത്ത വരുമ്പോൾ തന്നെ ആ 13 പേരുടെ അഡ്രസ്സ് തരാൻ പോലും പറ്റുന്നില്ല. ഓരോ പൂരത്തിനും രാമൻ വരുന്നതും വരാതിരിക്കുന്നതുമെല്ലാം വാർത്തയാണ്. രാമചന്ദ്രൻ ഇല്ലാത്ത പൂരത്തെ ബഹിഷ്കരിക്കാൻ ആളുകൾ തയ്യാറായതും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതുമെല്ലാം പഴയ ചരിത്രം. ഈ ക്ഷേത്രവും ഈ നാട്ടുകാരും ഞങ്ങൾ പേരാമംഗലം നിവാസികളും എല്ലാം ഇത്രയധികം ഫേമസ് ആവാൻ കാരണം നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കാരനാണ്. അത് ഇദ്ദേഹം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പേരാമംഗലത്തിൻ്റെ പുണ്യമാണ്. ഈ കാവിലമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉള്ള ആനയാണത്. എന്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും അവസാന സമയം വന്നു കഴിഞ്ഞാൽ കാവിലമ്മ അതെല്ലാം ക്ലിയറാക്കി തരും. അത് എന്നും ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ എന്തെങ്കിലും തൃശ്ശൂരം വരുമ്പോൾ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ആദ്യം ചെറിയൊരു തടസ്സം വരും. അത് വന്നു കഴിഞ്ഞാൽ അവസാനം എല്ലാം നമ്മുടെ കാവിലമ്മനെ എല്ലാം ക്ലിയറാക്കി പൂർവാധികം ഭംഗിയാക്കി രാമനെ വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. 5 വർഷത്തോളം നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്നെത്തി പൂരവിളംബരം നടത്തിയിരുന്നു രാമൻ. കുറച്ചധികം കാലമായി ഘടകക്ഷേത്രങ്ങളുടെ തിടമ്പേറ്റാനാണ് നിയോഗം. വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും രാമചന്ദ്രൻ എത്തും. രാമരഥമേറിയെത്തുന്ന ആ വരവുറപ്പായതോടെ ലോകമെമ്പാടുമുള്ള ആരാധകർ ആർപ്പുവിളികളോടെ കാത്തിരിക്കുകയാണ് പൂര ദിവസത്തിനായി. രാമൻ പൂരത്തിനെത്തുമോ എന്നതായിരുന്നു ഇതുവരെയുള്ള ആശങ്ക. ദിവസങ്ങൾക്ക് മുൻപ് അതിനുത്തരമായി. മറ്റന്നാൾ അവൻ ചെമ്പൂക്കാവിലെത്തും. ഭഗവതിയുടെ തിടമ്പേറ്റി എഴുന്നള്ളും. അപ്പോൾ ഇനി രാമനെ നേരിട്ട് കാണണമെങ്കിൽ എല്ലാവരും തൃശ്ശൂർക്ക് പോന്നോളിൻ. ഒപ്പം അടിപൊളിയൊരു അടാറ് പൂരം കൂടി തിരിച്ചു പോകാം. ക്യാമറമാൻ അരുൺ നായർക്കൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.